അല്ല, നിയമലംഘനങ്ങളെ ഫത്വ കൊണ്ട് നേരിടാൻ ഇതൊരു മതരാഷ്ട്രമൊന്നുമല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, ഒരു റിപ്പബ്ലിക്കാണ്, ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യയിൽ നിയമലംഘനങ്ങളെ നേരിടേണ്ടത് നിയമം അനുശാസിക്കുന്ന നടപടികളിലൂടെയാണ്. അതിനെ തടയേണ്ടതും തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. അതല്ലാതെ അതിനൊരു മതത്തിൻ്റെ കുറ്റകൃത്യങ്ങൾക്കും കുറ്റം ചെയ്യുന്നവർക്കും മതത്തിൻ്റെ ഒരു നിറം കൊടുക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ്. ഒരു ക്രൈമിൻ്റെ ഗൗരവം, ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവത്തെ നോക്കിക്കാണണം. അത് എത്രത്തോളം രാജ്യവിരുദ്ധമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് നോക്കി നിയമത്തിൻ്റെ പാതയിലൂടെ മറുപടി പറയേണ്ടതിന് പകരം അതിന് ഫത്വ പുറപ്പെടുവിക്കണമെന്ന് പറയാൻ ഇതൊരു മതരാഷ്ട്രമല്ല. അങ്ങനെ ഒരു പ്രത്യേകത ഇന്ത്യക്കില്ല. ഇന്ത്യയിലെ എല്ലാ നിയമലംഘനങ്ങളും എല്ലാ കുറ്റകൃത്യങ്ങളും ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അതിന് നടപടികൾ നിയമത്തിൻ്റെ പാതയിലാണ് എടുക്കേണ്ടത്. ഇത് ബേസിക്കലി അതൊന്നുമല്ല പ്രശ്നം. ഇത് പിണറായി ഭക്തിയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഭക്തിയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ PR എക്സസൈസിൻ്റെ ഭാഗമായിട്ട് വന്ന സ്ക്രിപ്റ്റിൻ്റെ ബാക്കി കഥയാണോ എന്നുകൂടെയാണ് ഇനി വ്യക്തമാവേണ്ടത്. മലപ്പുറത്തിനെതിരായി, ആ ജനതയ്ക്കെതിരായിട്ട് മുഖ്യമന്ത്രി കൊടുത്ത ഇൻ്റർവ്യൂവിൽ കടന്നുകൂടിയ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കൊടുക്കാൻ ശ്രമിക്കുകയാണ് KT ജലീൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിണറായി ഭക്തിയിലൂടെ ഒളിച്ചു കടത്തുന്ന സംഘപരിവാർ ഭക്തിയാണ് ജലീലിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഏത് ക്രൈം ആര് നടത്തിയാലും, അത് ഏത് എയർപോർട്ടിൽ നടന്നാലും, റെയിൽവേ സ്റ്റേഷനിൽ നടന്നാലും, റോട്ടിൽ നടന്നാലും, എവിടെ നടന്നാലും, ആ ക്രൈമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ മതമല്ല പ്രശ്നം. അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലെ നിയമവിരുദ്ധതയാണ് പ്രശ്നം. അതിനെ നേരിടേണ്ടത് നിയമപരമായ നടപടികളിലൂടെയാണ്. അതിന് പകരം ഫത്വ പുറപ്പെടുവിക്കണം അല്ലെങ്കിൽ മതാചാരപ്രകാരമുള്ള വിധി പുറപ്പെടുവിക്കണം എന്നൊക്കെ പറയുന്നത് വളരെ അപകടകരമായ പ്രവണതയാണ്. ഒരു റോങ് ഇൻറ്റൻഷനിൽ, ഹീനമായൊരു ഉദ്ദേശത്തോടു കൂടി പറയുന്ന വാക്കുകൾ തന്നെയാണത്. ആര് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും അതിന് ലീഗല്ല നടപടിയെടുക്കേണ്ടത്. അതിന് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ, ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ്, രാജ്യത്തെ മറ്റ് നിയമ സംവിധാനങ്ങളാണ് നടപടിയെടുക്കേണ്ടത്. അപ്പം ജലീലിൻ്റെ ലീഗ് വിരോധം അത് തീർക്കാൻ ഈ ജില്ലയെ അല്ലെങ്കിൽ സംഘപരിവാറിനോട് ഇപ്പോൾ പിണറായി വിജയൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിൽ ജലീൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുണ്ടാക്കുന്ന അപകടത്തെ സംബന്ധിച്ച്, ആ പ്രവണതയെ സംബന്ധിച്ച് നല്ല ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവണം. അതല്ലാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയരുത്. ലീഗ് വിരോധം KT ജലീലിനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് ഇതല്ല മാർഗം, ഇതല്ലാതെ തീർക്കാനുള്ള മാർഗം. വേറൊരു കാര്യം, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഉടനെ പ്രഖ്യാപിക്കും. പാലക്കാടും സ്വാഭാവികമായ ഉപതെരഞ്ഞെടുപ്പ്. എന്താണ് പാലക്കാടത്തെ UDFൻ്റെ സാധ്യത? പാലക്കാട് സീറ്റ് UDF നിലനിർത്തും. കംഫർട്ടബിൾ മെജോറിറ്റിയിൽ പാലക്കാട് സീറ്റ് നിലനിർത്തും. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന നെക്സസ്, ആ നെക്സസ് പാലക്കാട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും അതിനെ CPM പ്രവർത്തകർ പോലും അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. BJPയുമായി കൂട്ടുകൂടിയിട്ട് തൃശ്ശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്നതുപോലത്തെ വല്ല നെക്സസിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് പാലക്കാട് വിലപ്പോവില്ല. പാലക്കാട് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ UDF സീറ്റ് നിലനിർത്തും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏതാനും സീറ്റുകളിലൊക്കെ BJP ഒന്നാം സ്ഥാനത്ത് വന്നു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കേരളത്തിലുണ്ടായിരുന്നു. ചില പാർലമെൻറ്റിലെ ചില അസംബ്ലി സെക്ടറുകളിൽ. അങ്ങനെ എടുത്ത് കണക്കാക്കുമ്പോൾ പോലും 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം VK ശ്രീകണ്ഠൻ MP പാലക്കാട് നിയോജകമണ്ഡലത്തിലുണ്ട്. അപ്പം BJP ഈസ് നോവർ നിയർ വിന്നിങ് ദാറ്റ്. കഴിഞ്ഞ തവണത്തെ ഒരു ടൈറ്റ് മത്സരം എന്നുള്ളത് അന്ന് മെട്രോമാനൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം നടത്തിയ മത്സരത്തിൻ്റെ ഒടുവിലാണ്. അതിൽ പോലും പാലക്കാട്ട് ജനത UDFനെ കൈവിട്ടിട്ടില്ല. നെക്സസ് ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട് പാലക്കാട്. സംശയമായിട്ടല്ല, ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടാണ് ആളുകൾക്ക് അനുഭവപ്പെടുന്നത്. ഇനിയിപ്പോൾ സംശയം എന്നതിനെ വിളിക്കാൻ കഴിയില്ല. കാരണം അത് ഇപ്പം വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും ADGP അജിത് കുമാർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RSS നേതാക്കന്മാരെ നിരന്തരം കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്, CPI പോലൊരു പ്രസ്ഥാനം അന്ത്യശാസനം പോലെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടും, എല്ലാ തെളിവെടുപ്പുകളും ഉണ്ടായിട്ടും, വീഴ്ച പറ്റി എന്ന് പറഞ്ഞിട്ടും, അന്വേഷണങ്ങൾ പലതും പ്രഖ്യാപിച്ചിട്ടും, ഇപ്പോഴും ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ആൾ, എന്നാൽ അതിലൊട്ടും ശ്രദ്ധിക്കാതെ RSS നേതാക്കന്മാരായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ചുമതലയുള്ള ഒരാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ തുടരുമ്പോൾ എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആക്ഷൻ എടുക്കാൻ മടി? അപ്പം അവർ തമ്മിലുള്ള ബാന്ധവത്തെ ഇനി സംശയമെന്നോ രഹസ്യമെന്നോ പറയാൻ കഴിയില്ല. സാധാരണ CPM പ്രവർത്തകന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് പരിധികൾ ലംഘിച്ചു. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.